കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ദൈവം എന്നോട് സംസാരിച്ച ഒരു ടോപ്പിക്കാണ് ഞാൻ സംസാരിക്കാനായിട്ട് എടുത്തത്. പാപം എന്നാൽ എന്ത്? അഡിക്ഷൻ എന്നാൽ എന്ത്? ആസക്തിയോ പാപമോ ഉണ്ടെങ്കിൽ എനിക്ക് ലഭിച്ച രക്ഷ എനിക്ക് നഷ്ടപ്പെടുമോ? ആത്മാവിലൂടെ എങ്ങനെ ജീവിക്കാം? ഇന്ന ടോപ്പിക്സ് ആണ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് പ്രാർത്ഥിക്കാം. യേശുവേ കർത്താവേ, ദൈവമേ, ഇപ്പോൾ ഈ നിമിഷം ദൈവമേ നിന്റെ സ്പിരിറ്റിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും തരുന്നതിനായി സ്തോത്രം കർത്താവേ. സംസാരിക്കുന്ന വാക്കുകളിൽ ദൈവമേ നിന്റെ കൃപയുണ്ടായിരിക്കുന്നതിനായി സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന സഭയ്ക്കും ദൈവമേ എനിക്കും ദൈവമേ നിന്റെ കൃപയുണ്ടായിരിക്കുന്നതിനായി സ്തോത്രം. വായിലൂടെ വരുന്ന വാക്കുകൾ ദൈവമേ നിന്റെ ജ്ഞാനം ഉണ്ടായിരിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. ചെവികളിൽ അത് വീഴുമ്പോൾ അത് ഹൃദയത്തിലേക്ക് വീഴുവാനും ദൈവമേ അതിലൂടെ അവയവങ്ങളിലൂടെ അത് ആക്ഷനിലേക്ക് കൊണ്ടുവരുവാനും ഉള്ള ഒരു കൃപ ദൈവമേ നീ ഞങ്ങൾക്കെല്ലാം തരുന്നതിനായി സ്തോത്രം. ആമേൻ. എന്താണ് പാപം? യോഹന്നാൻ 1 യോഹന്നാൻ്റെ 3:4 വാക്യം. പാപം ചെയ്യുന്നവൻ എല്ലാം അധർമ്മം ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ. അധർമ്മം എന്നാൽ ലോലെസ്നെസ്, ഇംഗ്ലീഷിൽ പറയാം. ലോലെസ്നെസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ലോ ലംഘിക്കുന്നതിനെയാണ് ലോലെസ്നെസ് അല്ലെങ്കിൽ അധർമ്മം എന്ന് പറയുന്നത്. അഡിക്ഷൻ എന്താണ്? ഇപ്പോൾ അഡിക്ഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ നോർമലി എല്ലാവരുടെയും ആദ്യം മനസ്സിലേക്ക് വരുന്നത് മദ്യപാനം, പുകവലി, മയക്കുമരുന്ന് ഉപയോഗിക്കുക, അശ്ലീലം. അത്രേ ഉള്ളോ? അത് മാത്രമാണ് അഡിക്ഷൻ. മൊബൈൽ ഉപയോഗിക്കുക കണ്ടിന്യൂസ് ആയിട്ട്. പ്രാർത്ഥിക്കുമ്പോൾ മൊബൈലിൽ മെസ്സേജ് വരുമ്പോൾ അത് കാണണം തോന്നുക. ഉറങ്ങുന്നതിന് മുമ്പ് മൊബൈൽ കാണാതെ ഉറങ്ങാൻ പറ്റാതിരിക്കുക. കൂടുതൽ നേരം വീഡിയോ ഗെയിംസ് കളിക്കുക. വീഡിയോ ഗെയിം ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ വരുന്ന കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ. ഷോപ്പിംഗ്, എക്സ്പെൻസീവ് ആയിട്ടുള്ള എന്ത് കാണുമ്പോഴും അല്ലെങ്കിൽ ആമസോണിൽ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ എപ്പോഴും ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇഷ്ടപ്പെടുന്നത് എന്തും വാങ്ങിക്കുന്നു. ദൈവം തന്ന അസറ്റ്സിനെ അങ്ങനെ തീർത്ത് കളയാൻ നോക്കുന്നു. അമിത ഭക്ഷണം. ഡിപ്പെൻഡൻസി എന്ന് ഉദ്ദേശിക്കുമ്പോൾ ആശ്രയം. എൻ്റെ അപ്പനോട് എൻ്റെ അമ്മയോട് ചോദിക്കാതെ എനിക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ദൈവത്തോട് ചോദിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. അപ്പൻ്റെ അനുവാദം, അമ്മയുടെ അനുവാദം, ഭാര്യയുടെ അനുവാദം, മകനോട് ചോദിച്ചോ മകളോട് ചോദിച്ചോ. ദൈവത്തെക്കാട്ടി കൂടുതലുള്ള ഒരു ആശ്രയം ഫാമിലിയോട്, ബന്ധങ്ങളോട്. അതും ഒരു അഡിക്ഷനാണ്. ഈ അഡിക്ഷൻ എങ്ങനെ ഉണ്ടാകുന്നു? ആദ്യമേ പാപം എങ്ങനെ ഉണ്ടാകുന്നു? പാപം ഉണ്ടാകുന്നത് ഒരു നുണയിലൂടെയാണ്, അല്ലെങ്കിൽ ഒരു വഞ്ചനയിലൂടെയാണ്. ആ വഞ്ചന കൊണ്ടുവരുന്നത് പിശാചാണ്. ആ വഞ്ചന ഒരു ടെംപ്റ്റേഷനായി മാറുന്നു, ഒരു പ്രലോഭനമായി മാറുന്നു. ആ പ്രലോഭനം വരുന്നത് സാത്താന് മാത്രമല്ല അതിനകത്ത് പങ്ക്. നമ്മുടെ ഫ്ലഷിനുമുണ്ട്, നമ്മുടെ ജഡത്തിനുമുണ്ട്. ജഡവും പൈശാചികന്റെ വഞ്ചനയും കൂടെ ചേരുമ്പോഴാണ് പ്രലോഭനമാകുന്നത്. ആ പ്രലോഭനത്തെ അക്സെപ്റ്റ് ചെയ്ത് ആ പ്രലോഭനം തരുന്നത് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോഴാണ് അത് പാപമാകുന്നത്. പാപത്തിൽ സാത്താനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് ജഡമാണ്. ആ ജഡം ചെയ്ത ആ ഒരു പാപത്തിൽ നിന്നുണ്ടാകുന്ന എക്സൈറ്റ്മെന്റ്, ആ എക്സൈറ്റ്മെന്റ് ഒന്നും കൂടെ വേണം. അടുത്ത മാസം, അടുത്ത ആഴ്ച, അടുത്ത മണിക്കൂറിൽ, അടുത്ത മിനിറ്റിൽ ചെയ്യാനും ഉദ്ദേശിക്കുന്ന ആ ഒരു ഹാബിച്വൽ ആയിട്ടുള്ള ഒരു സിൻ. ഹാബിച്വൽ എന്ന് പറഞ്ഞാൽ ഒരു ശീലം. അവിടെയാണ് അഡിക്ഷൻ വരുന്നത്. അപ്പോൾ അതൊരു പ്രോസസ്സാണ്. ആദ്യമേ തന്നെ ഒരാൾക്ക് അഡിക്ഷനിലേക്ക് വീഴാൻ പറ്റില്ല. നമ്മൾ മേളിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒറ്റത്തവണ ചെയ്തതുകൊണ്ട് അഡിക്ഷൻ ആവുന്നില്ല. അതൊരു പാപമേ ആവുന്നുള്ളൂ. ആ പാപത്തെ ഇഷ്ടപ്പെട്ട്
അത് റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയിലേക്ക് പോയി അത് നിർത്താൻ പറ്റാത്തതാണെന്ന് അഡിക്ഷൻ വരുന്നത്. എന്തുകൊണ്ട് അഡിക്ഷൻ വരുന്നു എന്ന് സയന്റിഫിക്കലായിട്ട് പറയാം. ഇത് കേട്ടിട്ട് ഞാൻ ഒരു ഡോക്ടറാണെന്ന് തെറ്റിദ്ധരിക്കില്ലേ, ജസ്റ്റ് അറിവിൽ നിന്ന് പറയുന്നു. ഡോപ്പമിൻ എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ നമ്മുടെ ബ്രെയിനിൽ റിലീസ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ്, അത് അതിനോടൊരു ലൈക്ക്നെസ് വരുന്നത്, ഒരു താല്പര്യം വരുന്നത്. ആ ഡോപ്പമിൻ റിലീസ് നമ്മൾ എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് വരുത്താൻ നോക്കുന്നോ അത്രയും കൂടുതൽ അതിനെ കൂടുതൽ വരണം, അത് റിലീസ് ചെയ്യാനായിട്ട് ബ്രെയിൻ ആഗ്രഹിക്കുന്നു. അതിന് പറയുന്നത് ബ്രെയിനിൻ്റെ റിവാർഡ് സെൻറ്റർ അഫക്റ്റഡ് ആകുന്നത് കൊണ്ടാണ് നമുക്ക് ഡോപ്പമിൻ റിലീസ് കൂടുന്നതും. ചിലപ്പോൾ നമുക്ക് ഒരു പിക്ചർ കണ്ടാൽ മതി നമ്മുടെ അഡിക്ഷൻ ട്രിഗർ ആകാൻ. ചില വാക്കുകൾ കേട്ടാൽ മതി ആ അഡിക്ഷൻ ട്രിഗർ ആകാൻ. അത്രയും വേഴ്സ് ആയിട്ടുള്ള അഡിക്ഷൻസിൽ ഉള്ള പലരും ഇവിടെ ഇരിക്കുന്നുണ്ടാവാം. ഇത് ഞാൻ സംസാരിക്കുന്നത് നിങ്ങളോട് മാത്രമല്ല, എന്നോടും കൂടെയാണ്. ഇതിൽ പല അഡിക്ഷൻസിലും പെട്ടുപോയിട്ടുള്ളതാണ് ഞാനും, ചിലപ്പോൾ നിങ്ങളും. എന്താണ് ശരിക്കും ഉള്ള പ്രോബ്ലം അതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് റോമരുടെ പുസ്തകം 7-ാം അധ്യായം 15-ാം വാക്യം. റോമർ 7:15. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. അതിൻ്റെ ഇംഗ്ലീഷും കൂടെ ഒന്ന് വായിക്കുകയാണ്. For what I am doing I do not understand. ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. For what I will to do that I do not practice. ഞാൻ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അത് ഞാൻ ചെയ്യുന്നില്ല. But what I hate that I do. ഞാൻ എന്ത് ചെയ്യണ്ടെന്ന് ആഗ്രഹിക്കുന്നു അത് ഞാൻ ചെയ്യുന്നു. ആകപ്പാടെ കൺഫ്യൂഷനാണ്, മൊത്തത്തിലൊരു കൺഫ്യൂഷനാണ്. എന്താണ് ഞാൻ ചെയ്യേണ്ടെന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ ചെയ്യുന്നു. ഇതൊരു അൺബിലീവർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വിശ്വാസി അല്ലാത്ത ആളുടെ ജീവിതത്തിൽ മാത്രം സംഭവിക്കുന്നതാണോ? അല്ല. എനിക്കത് പറയാം, അല്ല. ഈ പറയുന്നത് പോള് പറയുന്നതാണ്. ഇന്നലെ പറഞ്ഞതാണോ അതോ ഇന്ന് രാവിലെ പറഞ്ഞതാണോ? അല്ല, 2000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ എനിക്ക് മാത്രമേ ഉള്ളല്ലോ എന്നോർത്ത് ആരും വിഷമിക്കരുത്. ഇത് മനുഷ്യന്റെ ഫ്ലഷിന്റെ വീക്ക്നെസ്സിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. കുറച്ചും കൂടെ വായിക്കുകയാണ്. റോമർ 7:17-20 വരെ. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കൽ ഉണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. അത് മതി. അപ്പോ ഇതാണ് സിറ്റുവേഷനാണിത്. ഇതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എനിക്ക് ഇങ്ങനെ വരാൻ പാടുണ്ടോ? ഇങ്ങനെ വന്നാൽ എനിക്ക് ശരിക്കും രക്ഷ പ്രാപിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ മുന്നോട്ട് പോകാൻ നോക്കരുത്. ഈ ഒരു സിറ്റുവേഷൻ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്താലേ നമുക്ക് അതിൻ്റെ ഒരു സൊല്യൂഷനിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യുക, ഇതുണ്ടാകും. റോമർ 7:21-23 വരെ. 21 വായിച്ചെന്ന് തോന്നുന്നു, 22 തൊട്ട്. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അതെൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. അത് മതി. ഇതാണ് പ്രോബ്ലം. നമ്മുടെ ഉള്ളിൽ ഒരു പോരാട്ടം നടക്കുന്നുണ്ട്, ഒരു വേജിങ് വാർ. ആ ഒരു വാറിനെ നമ്മൾ എങ്ങനെ അതിജീവിക്കും? ആരെന്നെ രക്ഷിക്കും?
അവിടെ അതിലാണ് ഉത്തരം ഇരിക്കുന്നത്. ഇങ്ങനെ സംഭവിക്കുമെന്നുള്ളതിൽ യെസ് ഓർ നോ അല്ല ഉത്തരം. സംഭവിക്കും, ഉറപ്പ്. ആരെന്നെ രക്ഷിക്കും എന്നുള്ളതിലാണ് ഇതിൻ്റെ സൊല്യൂഷൻ. റോമർ 7:25 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ടും ദൈവത്തിൻ്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെയും സേവിക്കും. റോമർ 8:1 അടുത്ത ചാപ്റ്റർ, ഒരു സെന്റൻസും കൂടെ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അഡിക്ഷൻ നമുക്ക് വന്നു, സിൻ നമ്മൾ ചെയ്തു എന്നുകൊണ്ട് നമുക്ക് ശിക്ഷാവിധി ഉണ്ടോ? അതിൻ്റെ ഉത്തരം ഇതാണ്: ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ശിക്ഷാവിധിയില്ല. ക്രിസ്തുവേശുവിൽ ഇല്ലെങ്കിൽ നമുക്കെല്ലാം അറിയാം അതിനുള്ള ഉത്തരം. ഇത് എന്നെയും നിങ്ങളെയും കുറിച്ചുള്ളതാണ് ഞാൻ പറയുന്നത്. നമ്മൾക്ക് ഒരു സിൻ അല്ലെങ്കിൽ ഒരു അഡിക്ഷൻ ഉണ്ടെങ്കിൽ, ഇന്നിപ്പോൾ ഈ നിലവിലുണ്ടെങ്കിൽ, അതിൽ എന്നെ കൊണ്ട് ഇനിയും ദൈവത്തിനടുത്തേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്ത വരരുത്. കർത്താവ് നമുക്കായി 2000 വർഷങ്ങൾക്ക് മുമ്പേ അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നിടത്താണ് ഇതിൻ്റെ സൊല്യൂഷൻ തുടങ്ങുന്നത്. അടുത്ത ഒന്നും കൂടെ, രണ്ടാമത്തെ വേഴ്സോടെ വായിക്കുകയാണ്. ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വന്നിരിക്കുന്നു. നമുക്ക് ഇതിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു എന്ന് വിശ്വസിക്കണം. ആ വിശ്വസിക്കുന്നിടത്ത് നമ്മുടെ ജയം സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതേ സമയം തിരിച്ചൊന്ന് ചിന്തിച്ച്, മിക്കവാറും ഞാനും നിങ്ങളും ചെയ്യാറുള്ള ഒരു മിസ്റ്റേക്ക്, വായിക്കുമ്പോൾ എളുപ്പം, ശരിക്കും ഒരു ക്രൈസിസ് ഹിറ്റ് ചെയ്യുമ്പോൾ, എൻ്റെ ഫാദർ യൂസ് ചെയ്യുന്നൊരു വാക്കായിരുന്നു ക്രൈസിസ്. വെൻ ക്രൈസിസ് ഹിറ്റ്, ഹൗ ഡു യു റെസ്പോണ്ട്? ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ക്രൈസിസ് ആണ്. നമ്മളൊരു അഡിക്ഷൻ, ഒരു സിൻ ചെയ്തു, അത് അഡിക്ഷൻ ആണ്, നമുക്ക് ഇതിൽ നിന്നൊരു സൊല്യൂഷൻ ഇല്ല എന്ന് കാണുമ്പോൾ ഇമ്മീഡിയറ്റ് റെസ്പോൺസ്, ഓക്കെ, എൻ്റെ നോളജ്, ഞാൻ യൂട്യൂബ് ഒന്ന് റെഫർ ചെയ്യട്ടെ, ഞാൻ ആ ഡോക്ടറെ ഒന്ന് കാണട്ടെ, ഞാൻ ഈ ഒരാളെ ഒന്ന് കാണട്ടെ, ഞാൻ എങ്ങനെ ഇത് എൻ്റെ ശക്തിയാൽ എങ്ങനെ ഇത് മാറ്റാൻ വെക്കും എന്ന് തിങ്ക് ചെയ്യുന്നിടത്ത് നമ്മുടെ ഡിഫീറ്റ് വന്നു കഴിഞ്ഞു. നമ്മുടെ തോൽവി അവിടെ രജിസ്റ്ററായി കഴിഞ്ഞു. ജയിക്കാൻ ഒക്കില്ല. ചിലപ്പോൾ ഒരു ദിവസത്തേക്ക്, 2 ദിവസം കഴിയുമ്പോൾ അതേ പടം കാണുമ്പോൾ, അല്ലെങ്കിൽ ആ എക്യുപ്മെന്റ് കാണുമ്പോൾ, അല്ലെങ്കിൽ ആ ആളങ്ങനെ സംസാരിച്ച വാക്ക് കേട്ടപ്പോൾ തിരിച്ചത് ട്രിഗർ ചെയ്യും. അതുകൊണ്ട് എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? ഒരു 6 സ്റ്റെപ്പിൽ ഞാനത് കൺക്ലൂഡ് ചെയ്യാം. ആദ്യമേ ഇപ്പോൾ പറഞ്ഞത് തന്നെ, അക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് ദിസ് കുഡ് ഹാപ്പൻ ടു ബിലീവർ എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് ഇത് സംഭവിക്കാവുന്നതാണ്. അത് ആദ്യം അക്സെപ്റ്റ് ചെയ്യുക. നമ്മുടെ ശക്തിയാൽ ഇത് ഓവർകം ചെയ്യാൻ പറ്റില്ല, അത് രണ്ടാമത്തേത്. ഇനി മുതലുള്ളത് ശ്രദ്ധിച്ചു കേൾക്കുക. നമുക്ക് വരുന്ന ടെംപ്റ്റേഷൻ, ഞാൻ ആ പ്രോസസ്സ് പറഞ്ഞു, ഡിസെപ്ഷൻ അല്ലെങ്കിൽ വഞ്ചന, പ്രലോഭനം, പാപം, അഡിക്ഷൻ. ഈ ടെംപ്റ്റേഷനിലാണ് തുടക്കം. പാപം വഞ്ചന വന്നെങ്കിലും ടെംപ്റ്റേഷനിലാണ് നമ്മുടെ ഫ്ലഷ് ഇൻവോൾവ് ആകുന്നത്. ആ ടെംപ്റ്റേഷനെ കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താണ്? 1 കൊരിന്ത്യർ 10:13 മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ ഇതൊരു എക്സാമ്പിൾ ഞാൻ രാവിലെ ആലോചിക്കുമായിരുന്നു. ഞാനൊരു 10ാം ക്ലാസ് പരീക്ഷ എഴുതുമ്പോൾ ടെൻഷൻ അടിച്ച് ഹാർട്ട് കടന്ന് ബീറ്റ് ചെയ്യുന്നിടത്ത് ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ
അതിൻ്റെ കൂടെ എനിക്കൊരു ആൻസർ പേപ്പറും കൂടെ കിട്ടിയാലോ, പിന്നെ ഹാർട്ട് അടിക്കേണ്ട ആവശ്യമുണ്ടോ? 100-ൽ 100 മാർക്കാണ്. എക്സാമിനർ ഇട്ട ക്വസ്റ്റ്യൻ പേപ്പറിന് എക്സാമിനർ തന്നെ ഇട്ട ആൻസർ എനിക്ക് തന്നാൽ 100-ൽ 100 മാർക്കാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പരീക്ഷ വരില്ലെന്നല്ല, പരീക്ഷ വരും. അത് കർത്താവിൻ്റെ നാമം ഉയർത്തപ്പെട്ടുവാൻ വേണ്ടിയാണ്, അല്ലാതെ നമ്മളെ തകർക്കാനായിട്ടല്ല. അതുകൊണ്ട് എക്സാമിനർക്ക് ജയിക്കാനായിട്ടാണ് ആ പരീക്ഷ ഇട്ടിരിക്കുന്നത്, അല്ലാതെ സ്റ്റുഡൻറ്റ് ജയിക്കാനായിട്ടല്ല. സ്റ്റുഡൻറ്റ് ആ ആൻസർ പേപ്പർ വരുമെന്ന് പ്രതീക്ഷിക്കുന്നിടത്താണ് വിശ്വാസം. അതാണ് രണ്ടാമത്തെ പോയിന്റ്. 3, ആത്മീയമായ കാര്യങ്ങളിൽ നമ്മുടെ മനസ്സ് ഉറപ്പിക്കുക. അതെങ്ങനെ ആത്മീയമായ കാര്യങ്ങളിൽ മനസ്സുറപ്പിക്കാൻ പറ്റുന്നത്? നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടോ, സൺഡേ ചർച്ച് വന്നുകൊണ്ടോ, രാവിലെ അയക്കുന്ന സാക് ബ്രദറിൻ്റെ 15 മിനിറ്റത്തെ മെസ്സേജ് കേട്ടുകൊണ്ടോ ആവുന്നില്ല. ഈ ഒരു കാര്യത്തിൽ ഒന്ന് ചെറുതായിട്ട് ഡൈവേർഷൻ എടുക്കുക. ദൈവം അനുവദിച്ചേക്കുന്ന ഒറ്റ ഒരു അഡിക്ഷൻ ഇത് മാത്രമാണ്, പ്രേ വിത്തൗട്ട് സീസിങ്. ഇടവിടാതെ പ്രാർത്ഥിക്കുക. ഈ ഒരൊറ്റ കാര്യത്തിലെ ദൈവം അഡിക്ഷൻ സമ്മതിച്ചിട്ടുള്ളൂ. ഇതിനകത്ത് പോകാൻ വഴിയൊന്നുമില്ല, ഇത് ചെയ്തേ പറ്റൂ, ഈ അഡിക്ഷനിൽ പെട്ടേ പറ്റൂ. പ്രേ വിത്തൗട്ട് സീസിങ്. അങ്ങനെയാണ് നമുക്ക് സ്പിരിച്വൽ ആകാൻ ഒക്കുന്നത്. ദൈവവചനത്തെ ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാതെ നമുക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ബീയിങ് ആവാൻ ഒക്കില്ല. 4ാമത്തെ പോയിന്റ്, റിപ്പന്റ് ഓഫ് യുവർ സിൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തെറ്റുകളെ ഏറ്റുപറയുക. ഞാൻ അത് വായിക്കുന്നില്ല. 1 John 1:9, നമ്മൾ തെറ്റുകൾ ഏറ്റുപറഞ്ഞാൽ കർത്താവ് നമ്മളോട് അത് ക്ഷമിച്ചിരിക്കും എന്നുള്ളൊരു ഉറപ്പാണ് അതിൽ തന്നിരിക്കുന്നത്. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ദൈവമേ, ഒരു പേപ്പർ എടുത്ത് എഴുതി ദൈവമേ ഇന്ന തെറ്റുകൾ എന്നോട് ക്ഷമിക്കണമേ അല്ല. എന്ത് തെറ്റാണ് ദൈവമേ ഞാൻ ഏറ്റുപറയേണ്ടതെന്ന് ദൈവത്തോട് ചോദിക്കുന്നിടത്താണ് നമ്മുടെ ഫുൾ സറണ്ടർ വരുന്നത്. ഒരു ലിസ്റ്റ് എടുത്തു വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ശരി, അന്ന് അവനോട് ആ പറഞ്ഞത് മാത്രം എനിക്ക് ക്ഷമിക്കാൻ ഒക്കത്തില്ല, ബാക്കിയെല്ലാം ഞാൻ ക്ഷമിക്കാം. അങ്ങനല്ല. എന്ത് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മുന്നിൽ അത് വരും. അതിനെ ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കുന്നിടത്താണ് റിപ്പൻറ്റൻസ്, ട്രൂ റിപ്പൻറ്റൻസ്. മറ്റേതൊരു മോക്കറിയാണ്, എന്ന് പറഞ്ഞാൽ ഒരു ദൈവത്തെ പറ്റിക്കുന്നത് പോലാണ്. 5ാമത്തെ പോയിന്റ്, പുട്ട് ദി ആർമർ ഓഫ് ഗോഡ്. ആർമർ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ സർവായുധവർഗം. Ephesians 6:10-11. എന്തിനാണ് സർവായുധവർഗം ധരിക്കേണ്ടത്? അതിന് ഞാൻ 1 പത്രോസ് 5:8 പോവാണ്. ഡിസെപ്ഷൻ അല്ലെങ്കിൽ നുണ എന്ന ഫ്ലാഗ് ഉയർത്തി ഓടി നടക്കുന്ന ഒരാളെ മനസ്സിൽ ചിത്രീകരിച്ചാൽ മതി. സിംഹമായിട്ടൊന്നും കാണില്ല, പറഞ്ഞിട്ടുണ്ടെങ്കിലും സിംഹമായിട്ട് കണ്ടില്ലെങ്കിലും ഡിസെപ്ഷൻ, നുണയും കൊണ്ട് നടക്കുന്ന ഒരു ആളെ ചിത്രീകരിച്ചാൽ മതി. എന്ന് നമ്മൾ കൈ ഉയർത്തി അതെടുക്കുന്നോ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾ സംസാരിച്ചത്. അത് വരാതിരിക്കാൻ put on the armor of God. Last one, resist the devil. പിശാചിനെ റെസിസ്റ്റ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. James 4:7, യാക്കോബിന്റെ പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യം. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്തു നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പാ. ഓടിപ്പോകാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ ഓടിപ്പോയേക്കാം എന്നല്ല, ഓടിപ്പോയിരിക്കും. അതിൻ്റെ കൂടെ വായിക്കാൻ മത്തായി 4-ാം അധ്യായം 10-ാം വാക്യം. അത് മൊത്തമായിട്ട് വായിക്കുന്നില്ല, വേണ്ടിയത് മാത്രം. യേശു അവനോട്, സാത്താനെ എന്നെ വിട്ടു പോവാ. 11th വേഴ്സ്. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. വിട്ടുപോയി, അല്ലാതെ സാത്താൻ അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ ചോദിച്ചിട്ട് പോയേക്കാന്ന് വിചാരിച്ച് നിൽക്കുകയല്ല. വിട്ടുപോയിരിക്കും. അത് ബൈബിളിലുള്ള ഒരു പ്രോമിസാണ്, ദൈവത്തിൻ്റെ പ്രോമിസാണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക.
അതുകൊണ്ട് ഈ പറഞ്ഞ 6 പോയിന്റ്സ് അതായിരിക്കും നമുക്ക് ഈ ഒരു ട്രയലിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാവുന്ന സ്റ്റെപ്സ്. ഇപ്പോൾ ഉള്ള അഡിക്ഷൻ എത്ര വലുതാണെന്ന് നമ്മൾ കാണുന്നത് ദൈവത്തെ ചെറുതായി കാണുന്നതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ പ്രശ്നം വലുതായത് കൊണ്ടല്ല. ഇതിലും വലിയ പ്രശ്നങ്ങളുള്ളവർ ഒരു 10 പേരോട് സംസാരിച്ച് അവർ ഇതിലും വലിയ പ്രശ്നങ്ങൾ പറയും. ഇത് ഞാൻ എന്നോടും കൂടെ ചേർത്താണ് പറയുന്നത്. അതുകൊണ്ട് പ്രശ്നത്തെ വലുതായിട്ട് കാണാതെ ദൈവത്തെ വലുതായിട്ട് കാണുക. ചെയ്യേണ്ട സിമ്പിളായിട്ടുള്ള 6 സ്റ്റെപ്സ്. ഇതിനകത്ത് ദേഹാനങ്ങി ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. നമുക്ക് ഇരിക്കുന്നിടത്തിരുന്ന് ഇപ്പോൾ ഈ നിമിഷം ചെയ്യാവുന്ന 6 കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. ദൈവത്തിൻ്റെ നാമം മഹത്വം ഉണ്ടാകട്ടെ.